നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രയേലിനെ ഞെട്ടിച്ച ആക്രമണമാണ് അധിനിവേശ ഗോലാൻ കുന്നിലെ മജിദ് അൽ ഷംസിലെ ഗ്രാമത്തിൽ ശനിയാഴ്ച സംഭവിച്ചത്. ഫുട്ബോൾ ഗ്രൗണ്ടിൽ പതിച്ച റോക്കറ്റ് പൊട്ടിത്തെറിച്ച കുട്ടികളടക്കം 12 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിന് പിന്നിൽ ലബനനിലെ സായുധ വിഭാഗമായ ഹിസ്ബുള്ളയാണെന്നാണ് ഇസ്രായേലിന്റെ വാദം. എന്നാൽ ആക്രമണത്തിന് പിന്നിൽ തങ്ങളല്ല എന്ന് ഹിസ്ബുള്ളയും പറയുന്നുണ്ട്. ഇതോടെ എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യങ്ങളും വലിയ രീതിയിൽ ഉയരുന്നുണ്ട്. ഇസ്രയേലിന്റെ സ്വയം പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിന് സംഭവിച്ച പിഴവാണ് കാരണമെന്ന വാദവും വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. അയൺ ഡോം എന്ന ഹാഷ്ടാഗ് എക്സൽ ട്രെൻഡിങ്ങിലുമാണ്. അയൺ ഡോമിൽ തന്നെയുള്ള മിസൈൽ പതിച്ചാണ് കുട്ടികളടക്കമുള്ളവർ മരിച്ചത് എന്നാണ് പലരും വാദിക്കുന്നത്. സാധാരണഗതിയിൽ ഇസ്രയേൽ ലക്ഷ്യമാക്കി മിസൈലുകൾ, ഡ്രോണുകളും വരുമ്പോൾ ഏറെ നേരം മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങാറുണ്ട്. എന്നാൽ മജിദ് അൽ ഷംസിലെ ആക്രമണത്തിന് മുൻപ് കുറഞ്ഞ സമയം മാത്രമാണ് സൈറൺ മുഴങ്ങിയത്. ഇതിനാൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന പലർക്കും ഓടി രക്ഷപ്പെടാൻ പോലും സാധിച്ചില്ല. ആക്രമണത്തെ സംബന്ധിച്ച നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് എന്ന് BBC-യുടെ മിഡിൽ ഈസ്റ്റ് കറസ്പോണ്ടന്റ് നഫീസ ഖൊർഹാന എക്സിൽ കുറിച്ചു. പല സ്രോതസ്സുകളും പറയുന്നത് അയൺ ഡോമിനുണ്ടായ പിഴവാണെന്നാണ്. കഴിഞ്ഞ 10 മാസത്തിനിടയിൽ ഹിസ്ബുള്ള പ്രധാനമായും ഇസ്രയേലിന്റെ സൈനിക കേന്ദ്രങ്ങളെയാണ് ആക്രമിക്കുന്നത്. ഹിസ്ബുള്ള ഇതുവരെ 6000 മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും കൊല്ലപ്പെട്ടവരുടെ എണ്ണം വളരെ കുറവാണ്. തീർച്ചയായും ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ വലിയ പ്രതിരോധം തീർക്കുന്നുണ്ട്. കൂടാതെ ഹിസ്ബുള്ളയുടെ ലക്ഷ്യങ്ങളും അത്തരത്തിലുള്ളത് ആയിരിക്കും. അതിനാൽ തന്നെ ഇത് അയൺ ഡോമിന് സംഭവിച്ച പിഴവാണോ എന്ന് നഫീസ ഖൊർഹാന ചോദിക്കുന്നു. 12 പേരുടെ മരണത്തിന് കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സംഭവത്തിന് പിന്നാലെ ലബനൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അമേരിക്കൻ സന്ദർശനം വെട്ടിച്ചുരുക്കി അദ്ദേഹം ഇസ്രായേലിലേക്ക് മടങ്ങുകയും ചെയ്തു. ഒക്ടോബർ 7-ന് ശേഷം ഇസ്രായേലിന് നേരെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ആക്രമണമാണ് ഇതെന്നാണ് ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി വിശേഷിപ്പിച്ചത്. ഹിസ്ബുള്ള എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചു. തങ്ങളുടെ മറുപടിയിൽ ഇത് പ്രതിധ്വനിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇതിന് പിന്നാലെ വലിയ ആക്രമണമാണ് തെക്കൻ ലബനാനിൽ ഇസ്രായേൽ നടത്തിയത്. ഹിസ്ബുള്ളയുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങളും സൈനിക നിർമ്മിതികളും തകർത്തതായി സൈന്യം അറിയിച്ചു. കൂടുതൽ ആക്രമണത്തിനായി പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ ഉത്തരവിനായി കാത്തിരിക്കുകയാണ് എന്നും സൈന്യം വ്യക്തമാക്കി. ഗോലാൻ കുന്നിലെ ആക്രമണത്തെ അപലപിച്ച് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും രംഗത്ത് വന്നു. അതേസമയം വ്യാപക യുദ്ധത്തിലേക്ക് നീങ്ങരുത് എന്ന് ഇവർ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടതായാണ് വിവരം. സംഭവത്തിൽ വ്യക്തമായ അന്വേഷണം വേണമെന്നും പലരും ആവശ്യപ്പെടുന്നുണ്ട്. ഗോലാൻ കുന്നുകളിലെ യുദ്ധങ്ങൾ വളരെ തന്ത്രപ്രധാന പ്രദേശമാണ്. ഗോലാൻ കുന്നുകൾ ലബനൻ, ഇസ്രായേൽ, ജോർദാൻ, സിറിയ എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശം കൂടിയാണ് ഇവിടെ. ഇവിടെ ഒരു യുദ്ധത്തിന് തുടക്കമായി കഴിഞ്ഞാൽ 3 രാജ്യങ്ങളെയും അത് ബാധിക്കും.